അക്ഷര മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തവണ നമ്മൾ വാൽമീകി രാമായണത്തിൽ നിന്നൊരു ഭാഗമാണ്. അത് ശ്രീകണ്ഠൻ നായർ വാൽമീകി രാമായണത്തിന് നാടക പരിവേഷം നൽകിയതാണ്. വളരെ കുറച്ച് കഥാപാത്രങ്ങളുമായിട്ട് കടന്നു പോകുന്ന ഒരു ഭാഗമാണ്. അതിൽ തന്നെ പ്രധാനപ്പെട്ടത് രാമൻ്റെ പട്ടാഭിഷേകം മുടങ്ങാനിടയായ സാഹചര്യങ്ങളും മറ്റുമാണ് ഈ നാടക ഭാഗത്ത് പഠിക്കാനുള്ളത്. അംഗം 2 നമ്മൾ നേരത്തെ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇത് അംഗം 1. അപ്പോൾ അത് പരീക്ഷയ്ക്ക് ആയതുകൊണ്ട് പ്രയോജനപ്പെടുന്ന തരത്തിൽ വളരെ വേഗത്തിൽ നമുക്കതിലേക്ക് പോകാം. അയോധ്യയിലെ രാജാവായ ദശരഥന് 3 ഭാര്യമാർ, സന്താനങ്ങളില്ല. അപ്പോൾ ആ സന്താനങ്ങൾ, അയോധ്യ എല്ലാ തരത്തിലും ഐശ്വര്യ സമ്പൂർണവും ഐശ്വര്യ സമൃദ്ധിയും നിറഞ്ഞൊരു രാജ്യമാണ്. അങ്ങനെ പുകൾപ്പെട്ട അയോധ്യയ്ക്ക് ഒരു കണ്ണുനീരുള്ളത് അടുത്ത തലമുറയില്ല. രാജപരമ്പരയ്ക്ക് തുടർച്ച അവകാശികളില്ലാതെ വരികയാണ്. അദ്ദേഹം വിവാഹം കഴിച്ച 3 ഭാര്യമാരിലും സന്താനങ്ങളില്ലാതെ പോയി. അങ്ങനെ വന്നപ്പോൾ ആ സന്താന പൂജ നടത്തുന്നതിനായിട്ട് നമ്മൾ മഹാഭാരതത്തിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. മഹാഭാരത കഥയിൽ കടന്നു വന്ന ബ്രഹ്മചാരിയായ ഋഷ്യശൃംഗൻ എന്ന മുനി ഇവിടെയും എത്തുന്നുണ്ട്. അപ്പോൾ ഋഷ്യശൃംഗനായ മുനി ഇവിടെ വന്ന് സന്താന പൂജ നടത്തി. പുത്രകാമേഷ്ടി യാഗം നടത്തിയപ്പോൾ അഗ്നിയിൽ നിന്നൊരു അമൃതിൻ്റെ കുടം ഉയർന്നു വരികയും അതിലെ അമൃത് ഭക്ഷിച്ചാണ് ഇവർക്ക് സന്താനങ്ങൾ ഉണ്ടാകുന്നത്. ചുരുക്കി പറഞ്ഞാൽ അയോധ്യ നേരിട്ടിരുന്ന ആ വിഷമാവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിന് ഋഷ്യശൃംഗൻ്റെ വരവും പൂജയും സഹായിച്ചു എന്ന് കാണാൻ പറ്റും. അങ്ങനെ കൗസല്യയ്ക്ക് ശ്രീരാമനും, കൈകേയിക്ക് ഭരതനും, സുമിത്രയ്ക്ക് ലക്ഷ്മണനും ശത്രുഘ്നനും എന്നീ മക്കളുണ്ടായി. അപ്പോൾ അയോധ്യയുടെ ഐശ്വര്യ സമൃദ്ധിയുടെ മേൽ വീണ ആ നിഴൽ അല്ലെങ്കിൽ ആ ഇരുട്ട് മാഞ്ഞ് പ്രകാശമായി. ഇനി അവർ വിവാഹം കഴിച്ചിരിക്കുന്നത്, ശ്രീരാമൻ വിവാഹം കഴിച്ചിരിക്കുന്നത് സീതയാണ്. അത് ഒരു ശൈവജാപം ഒടിച്ച് അന്ന് പറഞ്ഞ ശുൽക്ക വ്യവസ്ഥ പ്രകാരം ഒരു ശൈവജാപം ഒടിച്ചാണ് സീതയെ സ്വീകരിക്കുന്നത്. സീത മഹാലക്ഷ്മിയുടെ അവതാരമാണ്. മറ്റ് ആളുകൾക്ക് വിവാഹം കഴിച്ചിരിക്കുന്നതെല്ലാം തന്നെ മിഥിലയിലെ ശീരധ്വജൻ എന്നാണ്. ശീരധ്വജന്റെ സഹോദരനാണ് കുശധ്വജൻ. കുശധ്വജന് 3 പുത്രിമാരുണ്ട്. ആ 3 പുത്രിമാരിൽ ഊർമിളയെ വിവാഹം കഴിച്ചത് ലക്ഷ്മണനും, മാണ്ഡവിയെ ഭരതനും, ശ്രുതകീർത്തിയെ ശത്രുഘ്നനും വേളി കഴിച്ചു. അപ്പോൾ ശ്രീരാമന് സീതയെ, ലക്ഷ്മണൻ ഊർമിളയെ, മാണ്ഡവിയെ ഭരതൻ, ശ്രുതകീർത്തിയെ ശത്രുഘ്നനും വിവാഹം കഴിച്ചു. ഇതാണ് അവരുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഇതാണ്. അപ്പോൾ ഇവരെ മിഥിലയിലെ രാജാവ് എന്നൊക്കെ നമ്മൾ പറയുന്നത് രാജപുത്രിമാരായതുകൊണ്ട് അവരുടെ റിലേഷൻഷിപ്പിൽ നമ്മൾ എപ്പോഴും മിഥിലയിലെ രാജാവുമായിട്ടുള്ള അവരുടെ ബന്ധത്തെക്കുറിച്ച് നമുക്ക് പറയേണ്ടതായിട്ട് വരുന്നുണ്ട്. ഈ കഥയുടെ തുടക്കത്തിൽ പറഞ്ഞു വരുന്നത് മഹാരാജാവായ ദശരഥൻ അടുത്ത അവകാശിയെ പ്രഖ്യാപിച്ച ഒരു ചടങ്ങ് അവരുടെ രാജസഭ വിളിച്ചു ചേർത്ത് രാമനെ രാജാവാക്കാനുള്ളൊരു തീരുമാനം പ്രഖ്യാപിക്കുകയുണ്ടായി. അത് ആ സദസ്സ് കൈയടിച്ച് സഹർഷം സ്വീകരിച്ചു. എന്തെന്നാൽ ഇത് അയോധ്യ നിവാസികളുടെ മനസ്സിലെ സ്വപ്നമാണ്. അയോധ്യ നിവാസികളുടെ മനസ്സിൽ പണ്ടേ കുടിയേറിയ രാജാവിനെ ഒരു ചടങ്ങിലൂടെ രാജാവാക്കുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ തന്നെ അയോധ്യയിലെ രാജാവ് ദശരഥൻ, അല്ല ശ്രീരാമൻ തന്നെയാണ്. ആ ചടങ്ങാണ് നിർവഹിച്ചിരിക്കുന്നത്. ആ ചടങ്ങ് നിർവഹണത്തിൻ്റെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് സുമന്ത്രർ പറയുന്നത്. മന്ത്രിയാണ് അദ്ദേഹത്തെ പരിചയപ്പെടുകയാണ്. ചക്രവർത്തിക്ക് 8 മന്ത്രിമാരുള്ളതിൽ പ്രമുഖൻ സുമന്ത്രരാണ്. അയോധ്യാപതിയുമായി ഗാഠബന്ധമുള്ള പ്രമുഖനാണ് സുമന്ത്രൻ. രാജസാരഥി കൂടിയാണ്. അതിന് രാജാവുമായി വളരെ അടുപ്പമുള്ള ആളാണ് സുമന്ത്രർ. അപ്പോൾ സുമന്ത്രർ പറയുന്നു, രാമന്റെ പട്ടാഭിഷേകത്തിന് വേണ്ടി കോസലം അണിഞ്ഞൊരുങ്ങട്ടെ. വീഥികളും സൗധങ്ങളും സുഗന്ധമാലിന്യങ്ങൾ കൊണ്ട് അണിയിച്ചൊരുക്കണം. അഷ്ടഗന്ധങ്ങൾ നാടെങ്ങും പുകയ്ക്കണം. പൂവിരിച്ച രാജവീതിയിൽ കൊടിക്കൂറകൾ പാറട്ടെ. നെടുവാൾ തൂക്കിയും നല്ലുടുപ്പണിഞ്ഞും ബടജനങ്ങൾ കൊട്ടാരമുറ്റത്ത് അണിനിരക്കണം. മേളക്കാരും മെയ്യഴകുള്ള വേശ്യാങ്കനമാരും അണിനിരക്കട്ടെ. കൂടാതെ 100,000 ബ്രാഹ്മണന്മാർക്ക് അന്നവും മലരും തൈരും നറുനെയ്യും നാണ്യവുമെല്ലാം നൽകട്ടെ എന്ന് പറഞ്ഞു. ഇത് മന്ത്രി രാമന് പട്ടാഭിഷേകത്തിന് വേണ്ടി നടത്തേണ്ട ഒരുക്കങ്ങളെക്കുറിച്ച് പറയുന്നുവെങ്കിൽ വസിഷ്ഠൻ അതിൻ്റെ ചടങ്ങുകൾക്ക് വേണ്ട ഒരുക്കങ്ങളൊക്കെയാണ് ആഹ്വാനം ചെയ്തത്. വസിഷ്ഠൻ അവരുടെ രാജഗുരുവാണ്. അഭിഷേക സംഭാരങ്ങൾ ഉദയത്തിന് മുമ്പ് അഗ്നിശാലയിലെത്തണം. സമ്മാനങ്ങളൊക്കെ നൽകാൻ വേണ്ടിയുള്ള സ്വർണം, രത്നം, വെള്ളി എന്നിവകളും തേന്, നെയ്യ്, മലര്, വിത്തും
പൂവും ദർഭയും 4 കുതിരയെ പൂട്ടിയ പള്ളിത്തേരും 4 അംഗപ്പട ആന വെൺചാമരം കുട കൊടിമരം സിംഹാസനം എന്നിവയെല്ലാം ഒരുങ്ങട്ടെ കേട്ടോ. രാജകീയ ഒരു രാജപുത്രന്റെ രാജാവാകാനുള്ള ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. അത് അങ്ങേറ്റം രാജകീയമായി തന്നെയാണ് വസിഷ്ഠൻ നിർദ്ദേശിക്കുന്നത്. കതിർക്കുലകൾ, വെള്ള മാല്യങ്ങൾ, കോടി വസ്ത്രങ്ങൾ, പൊന്നു കെട്ടിയ കൊമ്പുള്ള വെള്ളക്കാളകൾ, 8 സുന്ദരികളായ കന്യകമാർ, ഗംഗാജലം, സമുദ്ര സലിലങ്ങൾ നിറച്ച പൊന്നിൻ കുടങ്ങൾ ഇവയെല്ലാം ഒരുക്കാൻ വസിഷ്ഠനും പറഞ്ഞു. അപ്പം രാജകീയമായ ഒരു പട്ടാഭിഷേക ചടങ്ങിനുള്ള നിർദ്ദേശങ്ങൾ വസിഷ്ഠൻ നൽകി. രാജ്യം എങ്ങനെ ഒരുങ്ങണമെന്ന് മന്ത്രിയായ സുമന്ത്രർ പറഞ്ഞ് നമ്മൾ കേട്ടു. അപ്പോൾ ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ, ഈ രാജാവ് സഭയിൽ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് അദ്ദേഹത്തിന്റെ ഭാര്യമാരുമായി ഒന്നും ആലോചിച്ചിട്ടില്ലെന്ന് കാണാൻ കഴിയും. അവരാരും അറിയുന്നത് രാജാവ് പറഞ്ഞല്ല. അതെന്താ അങ്ങനെയെന്ന് ചോദിക്കുകയാണെങ്കിൽ, പുരുഷ മേധാവിത്വമുള്ള പുരുഷ കേന്ദ്രീകൃതമായ കഥാരീതികളാണ് പണ്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് രാജാവ് രാജ്യകാര്യമായ സംബന്ധമായ വിഷയങ്ങൾ പോലും തൻ്റെ ഭാര്യമാരുമായി ആലോചിച്ചിട്ടില്ലെന്ന് വ്യക്തമാണ്. രാജാവ് സഭ തനിച്ചെടുത്ത ചേർന്നെടുത്ത തീരുമാനമായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ള ഒരു വാർത്ത അറിയാൻ രാമന്റെ മാതാവായ കൗസല്യ ഈ വാർത്ത അറിഞ്ഞപ്പോൾ ആഹ്ലാദം പിടിച്ചു വെക്കാനായില്ല. അവർ ആ ആഹ്ലാദവുമായി നേരെ വസിഷ്ഠനെയാണ് സന്ദർശിക്കുന്നത്. വസിഷ്ഠനെ സന്ദർശിച്ചിട്ട് തൻ്റെ ഉള്ളിലെ സന്തോഷം തുറന്നു തന്നെ പ്രകടിപ്പിക്കുക തന്നെ ചെയ്തു. പക്ഷെ അതിനകത്ത് സന്തോഷം പ്രകടിപ്പിക്കുമ്പോൾ സന്താനങ്ങൾ ഉണ്ടാകാൻ വൈകി എന്നുള്ളത് സത്യമാണെങ്കിൽ, ഇപ്പോൾ വന്നിരിക്കുന്ന ഈ രാജപദവി, മകന് വന്നിരിക്കുന്ന രാജപദവി ഒരു രാജമാതാവാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. അപ്പോൾ ന്യായമായ രീതിയിൽ കൗസല്യയ്ക്ക് ചില സംശയങ്ങളുണ്ട്. കാരണം ഇതെങ്ങനെ സംഭവിക്കും? അതായത് ദശരഥൻ കൈകേയിയെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി ഒരു ശുൽക്ക വ്യവസ്ഥയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. വിവാഹം കഴിക്കുന്ന സമയത്ത് അവരിൽ ഉണ്ടാകുന്ന മകന് രാജ്യാവകാശം ശുൽക്കമായി വരമായി നൽകിയിട്ടുണ്ട്. ആ ശുൽക്ക വ്യവസ്ഥ നിലനിൽക്കെ ചെയ്ത് എങ്ങനെയാണ് രാമന് ഈ രാജ്യം കിട്ടുക എന്ന സംശയം കൗസല്യയിൽ ഉയർന്നു വരും. സ്വാഭാവികമായ സംശയം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ശുൽക്കം ഒരു ശപഥമാണ്, ഒരു സത്യവാക്കാണ്. അത് എങ്ങനെയാണ് ലംഘിക്കപ്പെടുക എന്ന സംശയം വസിഷ്ഠനോട് പങ്കിട്ടു. രാജ്യശുൽക്കം വാഗ്ദാനം ചെയ്ത അശ്വതി മന്നനില്ല. ഈ കരാർ നടത്തുന്ന കാലത്ത് കൈകേയിയുടെ പിതാവ് ഇപ്പം നിലവിൽ. പിന്നെ കൈകേയിക്കും മറ്റ് അമ്മമാരെല്ലാം മക്കളെ താലോലിക്കുന്ന കാണുമ്പോൾ രാമനോട് കാണിച്ചിട്ടുള്ള പ്രത്യേക വാത്സല്യം കണ്ടിട്ടുണ്ട്. അത് കൈകേയി അടക്കം മത്സരിച്ചാണ് രാമനെ വാത്സല്യം പകർന്നു നൽകിയിരുന്നത്. ആ കൈകേയിക്കും പ്രിയങ്കരനാണ് രാമൻ. അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ ഒരു സംശയം ഇവിടെ വരാൻ പോകുന്നില്ല. രാമനെ കാണുമ്പോൾ അവളുടെ മുഖം പൂർവാംബരം പോലെ, ഉദയാകാശം പോലെ തൊടുക്കുന്നത് വസിഷ്ഠൻ കണ്ടിട്ടുണ്ട്. സ്വന്തം മകനെ ഉപരി രാമനോട് ആ അമ്മമാർ പരസ്പരം മത്സരിച്ച സ്നേഹം പ്രകടിപ്പിക്കുന്നത്, വിശിഷ്യ കൈകേയും പ്രകടിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട് വസിഷ്ഠൻ. അതെടുത്ത് ചൂണ്ടിക്കാണിച്ചു. രാമനെ ലാളിക്കാൻ അവർ കാണിക്കുന്ന മത്സരബുദ്ധിയും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കൗസല്യയുടെ ഉത്കണ്ഠയ്ക്ക് കാര്യമില്ലെന്ന് വസിഷ്ഠൻ പറഞ്ഞു. മറ്റൊരു കാര്യം അടിവരയിട്ട് പറഞ്ഞ്, സ്വീകർത്താവ് ആവശ്യം ഉന്നയിക്കുന്നില്ലെങ്കിൽ വാഗ്ദാനം നൽകിയാൽ അതെങ്ങനെ പാലിക്കും? അത്തരം ഒരു ശുൽക്ക വ്യവസ്ഥ കൈകേയിയുടെ കൈവശം ഉണ്ടെന്നുള്ള സത്യം തന്നെ. അത്തരം ഒരു ആവശ്യം കൈകേയി ഉന്നയിക്കുന്നില്ലെങ്കിൽ അത് നൽകേണ്ട ആൾക്ക് നൽകേണ്ട കാര്യമില്ല. അപ്പം അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനൊരു ആശങ്ക കൗസല്യയ്ക്ക് വേണ്ട. ഇനി മറ്റൊന്ന്, ഭരതനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, ഭരതൻ എല്ലായ്പ്പോഴും രാമന് വിധേയനാണ്, അഗ്രജ ഭക്തനാണ്, ജിതേന്ദ്രിയനാണ്, ധർമ്മിഷ്ഠനാണ്, അഗ്രജദാസനാണ്. അതുകൊണ്ട് രാമന്റെ അവകാശത്തെ ഭരതൻ കവർന്നെടുക്കുമെന്ന്, ശുൽക്ക വ്യവസ്ഥയുടെ മറവിൽ കവർന്നെടുക്കുമെന്ന് കരുതേണ്ട കാര്യമില്ല. അഭിഷേകം നിശ്ചയം അറിയിച്ചപ്പോൾ ആ സദസ്സ് പുളകം കൊള്ളുന്നത് കണ്ടവനാണ് ഞാൻ. അതിനാൽ മകളെ നിന്റെ പുത്രൻ അയോധ്യയ്ക്ക് പുകളേറ്റുമെന്ന് വസിഷ്ഠൻ ഉറപ്പുകൊടുത്തു. അങ്ങനെ ഒരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല. ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ശുൽക്ക വ്യവസ്ഥ നിലവിലുള്ള കൈകേയി അടക്കം ആരും തന്നെ രാമനെ രാജാവാക്കുന്നതിന് എതിർ നിൽക്കുകയില്ല. മാത്രമല്ല, എല്ലാവർക്കും പകൽ പോലെ വ്യക്തമാണ്, അയോധ്യയിലെ രാജാവ് നേരത്തെ തന്നെ പ്രഖ്യാപിക്കുമ്പോൾ ജനമനസ്സുകളിൽ തീരുമാനിക്കപ്പെട്ടതാണ്. ഇനി രാമന്റെ പട്ടാഭിഷേകമാണ് തൻ്റെ അഭിലാഷവും തൻ്റെ പ്രതീക്ഷയുമെന്ന് കൗസല്യാണ്. ഇത് ഈ ഉള്ളവളുടെ അവസാനത്തെ അഭിലാഷവും പ്രതീക്ഷയുമാണെന്നാണ് കൈകേയി പറയുന്നത്, കൗസല്യ പറയുന്നത്. അവർ തൻ്റെ ഇരുണ്ട ജീവിതാകാശത്തിന് ഉദയമേ ഉണ്ടാകാനുള്ളൂ. അത് കണ്ട് ദിക്കുകൾ തുടുക്കുകയും മേഘങ്ങൾ ഇളകി മറിയുകയും പറവകൾ ചിലച്ച് തകർക്കുകയും ചെയ്തു കൊള്ളട്ടെ എന്നവർ പറഞ്ഞു.
അപ്പോൾ ഇവരുടെ അതിരറ്റ ആഹ്ലാദം മറച്ചു വെക്കാനാവില്ല. അത് എന്താ മകൻ രാജാധികാരം കൈയാളാൻ പോകുന്നു, ഏതൊരമ്മയ്ക്ക് അത് മറച്ചു വെക്കാനാവുക? അപ്പോൾ വസിഷ്ഠൻ അത് മനസ്സിലാക്കിക്കൊണ്ട് പറയുന്നു, കൗസല്യയുടെ ക്ഷമവും ദമവും എങ്ങുപോയി? കൗസല്യാണോ ഈ കാട്ടിക്കൂട്ടുന്നത്, ഇപ്പം ഇങ്ങനെയൊക്കെ ഇടപെടുന്നത്? അന്തഃപുരത്തിൽ കാത്തിരിക്കേണ്ടവൾ രാജഗൃഹത്തിൽ ഓടിയതെത്തി എന്തിനാണ് ഓടി വന്നത്? എന്തിനാണ്? അന്തഃപുരത്തിൽ കാത്തിരിക്കേണ്ടതാണ്. മുറ പോലെ രാജാവ് ആളുടെ അടുത്തെത്തി ഈ കാര്യം അവളെ അറിയിക്കും. അതിനു മുൻപ് രാജഗൃഹത്തിൽ ഓടിയെത്തിയതെന്തിനാണ് എന്ന് വസിഷ്ഠൻ ചോദിച്ചു. പട്ടമഹർഷിയുടെ ഗാംഭീര്യം വെടിഞ്ഞ് തരളയായി ഉദയാകാശത്തിലെ പറവയെപ്പോലെ നീ എന്തെല്ലാമാണ് പുലമ്പുന്നത്? ഇതൊരു ചോദ്യമായി വരുന്നതാണ്. ഉദയാകാശത്തിലെ പറവയെപ്പോലെ നീ എന്തെല്ലാമാണ് പുലമ്പുന്നത്? അപ്പോഴാണ് പിന്നെ കൗസല്യ മറ നീക്കി ഇങ്ങനെ പറഞ്ഞത്. എന്താണ്? എൻ്റെ ഇരുണ്ട ജീവിതാകാശത്ത് ഇനി ഉദയമേ ഉണ്ടാകാനുള്ളൂവെന്നും ആ കണ്ട ദിക്കുകൾ ദിക്കുകളെ തുടുക്കുകയും മേഘങ്ങൾ ഇളകി മറിയുകയും പറവകൾ ചിലച്ച് തകർക്കുകയും ചെയ്തു കൊള്ളട്ടെ. ഇത് ഈ ഉള്ളവളുടെ അവസാനത്തെ അഭിലാഷവും പ്രതീക്ഷയുമാണെന്ന് ആ സമയത്ത് അവർ പറയുകയും ചെയ്യുന്നുണ്ട്. ഇനി അതോടൊപ്പം മറ്റൊന്ന് ഉള്ളത്, രാമനെ രാജാവാക്കാൻ പട്ടാഭിഷേകം നടത്താനുള്ള തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ വസിഷ്ഠൻ ഒരു പ്രത്യേക കാര്യം എടുത്തു പറയുന്നുണ്ട്. ജനമനസ്സിലെ രാജാവാണ് രാമൻ എന്നത് സത്യമാണ്. ജനപ്രിയനാണ് രാജാവ്. പക്ഷെ ആ ജനപ്രിയത അധികാരമേറ്റ ശേഷം നിലനിർത്തുക എന്നുള്ളതാണ് രാമൻ നേരിടാൻ പോകുന്ന പരീക്ഷണം. എന്താണ്? ഇപ്പോഴുള്ള ജനപ്രിയത അധികാരമേറ്റ ശേഷം നിലനിർത്താൻ കഴിയുമോ എന്ന ചോദ്യം ഉയർന്നു വരുന്നത്. അതാണ് രാമൻ നേരിടാൻ പോകുന്ന പരീക്ഷ. അപ്പോൾ പിന്നെ സുമന്ത്രർ തുറന്ന വാക്കിൽ പറഞ്ഞു, അയോധ്യയിൽ നാളെ മുതൽ പ്രകാശം ചൊരിയുന്ന സൂര്യവിളക്കാണ് രാമൻ, ഉഷസ്സിൻ്റെ ഓങ്കാരമാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ മന്ത്രിയും പറയുന്നുണ്ട്, മഹാജനൻ മുന്നേ തന്നെ രാമൻ ആ കിരീടം ചാർത്തി കഴിഞ്ഞു എന്നുകൂടി പറഞ്ഞ് തൻ്റെ ആഹ്ലാദം മറച്ചു വയ്ക്കാൻ മന്ത്രി. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ രാമൻ്റെ പട്ടാഭിഷേക ഒരുക്കങ്ങൾ ഇപ്രകാരം തകൃതിയായി നടക്കുന്നുവെന്ന് കാണാൻ കഴിയും. അതിനകത്ത് കൗസല്യയുടെ ഒരു ആശങ്കയുണ്ടായിരുന്നു എന്ന കാര്യം നമ്മളിപ്പോൾ വ്യക്തമായി പറയുന്നുണ്ട്. ഇനി രാമൻ്റെ പട്ടാഭിഷേകത്തിന് കേകയത്തിലെ രാജാവായ യുധാജിത്തിനെയും മിഥിലയിലെ ജനക നൃപനെയും ക്ഷണിച്ചിട്ടില്ല. ഭരതനെയോ ശത്രുഘ്നെയോ കാര്യങ്ങൾ അറിയിച്ചിട്ടില്ല. എന്തോ പന്തികേടുള്ളതായി കൗസല്യക്ക് തോന്നി. നമ്മൾ മുമ്പേ പറഞ്ഞ കൗസല്യയുടെ ആശങ്കയുടെ കണ്ടിന്യൂഷൻ. അപ്പോൾ അതിന് വസിഷ്ഠൻ പറയുന്ന മറുപടി, മിഥിലയും കേകയവും സാമന്ത രാജ്യങ്ങളല്ല, കേകയമാവട്ടെ വിദേശവുമാണ്. രാമലക്ഷ്മണന്മാർ അറിയുന്ന മുറയ്ക്ക് ഭരതാദികൾ അറിയുമെന്നുള്ളത് ഉറപ്പാണ്. നീ ഒരമ്മയാണെങ്കിലും കോസല സമ്രാട്ടിൻ്റെ പട്ടമഹിഷിയാണെന്ന് ഓർമ്മ വെക്കണം. വികാര പാരവശ്യത്താൽ നീ വല്ലാതെ തരളിതയാകുകയാണ്. അയോധ്യയിലെ രാജഭക്തി അഭിഷേക കാര്യങ്ങൾ അറിയേണ്ടത് ഉപശാലകളിൽ നിന്നല്ല എന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഇത് അടിവരയിട്ട് പഠിച്ചു വെച്ചിരിക്കേണ്ട ഒരു പോയിന്റാണ്. അയോധ്യയിലെ രാജഭക്തി അഭിഷേക കാര്യം അറിയേണ്ടത് ഉപശാലകളിൽ നിന്നല്ല. ഒരു പട്ടമഹർഷിയുടെ എല്ലാ നിലയും വിലയും കളഞ്ഞ് രാജഗൃഹത്തിലേക്ക് ഓടി വന്ന് ഇതിലിടപെടുന്നത് നന്നല്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അവർ പറയുന്നു, വരണ്ട ഭൂമിക്ക് വർഷത്തേക്കാൾ പ്രിയങ്കരമായി മറ്റെന്തുണ്ട് എന്ന് കൗസല്യം. ഉണങ്ങി വരണ്ട ഭൂമിയിലേക്ക് പെയ്യുന്ന മഴയാണ് മകൻ്റെ രാജ്യാഭിഷേകമാണ്. ആര്യപുത്രൻ അന്തഃപുരത്തിൽ വന്ന് അറിയിച്ചില്ലെങ്കിൽ ഈ ഉള്ളവൾക്ക് പരാതിയില്ലെന്നുകൂടി അവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇത്രയും ഭാഗമാണ് ഇത് അംഗം 1 ഒരു പ്രധാന പോർഷനാണ്. ഇനി രണ്ടാമതൊരു പോർഷനായിട്ട് നമ്മൾ അടുത്ത ദിവസം. ഇത്രയും ഭാഗം നല്ല വ്യക്തമായി പഠിക്കാൻ മറക്കണ്ട. എന്തെങ്കിലും ആവശ്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ വിളിക്കാം. അക്ഷരമലയാളം തങ്കശ്ശേരിയിൽ 38 വർഷം പിന്നിടുകയാണ്. അക്ഷരമലയാളത്തിൻ്റെ ഗൈഡുകൾ തന്നെ ഇവിടെ. അപ്പോൾ ഗൈഡുകളൊക്കെ സാങ്കേതമുണ്ട്, സാഹിത്യ സുരഭിയുടെ ഗൈഡുകളുണ്ട്. അങ്ങനെ ICSE നിശ്ചയിച്ചിട്ടുള്ള എല്ലാ പുസ്തകങ്ങളുടെയും ഗൈഡുകൾ അക്ഷര പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അത് കാണുക, ഇത് കേൾക്കുക. പറ്റുന്നവർ ഇതൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്ത് വിടണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. വീണ്ടും ഓക്കെ.